നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്മൈലി ബോളും കൊണ്ടാണ് വന്നത് അല്ലേ? ഒരു സ്മൈലി ബോൾ. അപ്പോൾ സ്മൈലി ബോൾ എവിടെയാണ് കാണുക എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? പിന്നെ ഷോപ്പിൽ കാണുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഹോസ്പിറ്റൽസിൽ കാണാൻ പറ്റും പറഞ്ഞു, പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നിടത്തൊക്കെ കാണാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ? ഇതാ നമ്മുടെ ഒരു ചങ്ങായി ഇവിടെ ഇങ്ങനെ പിന്നെ റെസ്റ്റിലാണുള്ളത്. എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഇതിലേക്ക് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡയറക്റ്റ് ഡ്രിപ്പ് ഇട്ടുണ്ടാവുക? ഇവ 2 ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല, എന്തായിരിക്കും എനിക്ക് പറ്റിയിട്ടുണ്ടാവുക? ഇവൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിട്ടുണ്ടാവില്ലേ? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പിന്നെ ഡൈജഷൻ പഠിച്ചു അല്ലേ? അതായത് ഇതാ ജസ്റ്റ് റീകോൾ ചെയ്യാം നമുക്ക്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്, വില്ലസിലാണ് നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ എന്ത് ചെയ്യാണ്, പിന്നെ അബ്സോർബ് ചെയ്യാമെന്ന് പറഞ്ഞു. അബ്സോർബ് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതിയോ? പിന്നെയോ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ഹെയിൽ ചെയ്യുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബലൂണ് പോലെ ഒരു പർപ്പസാക്കി വെച്ചാൽ മതിയോ? ഈ ഓക്സിജന് ഇത് നമ്മൾ ഓക്സിമീറ്റർ വെച്ചു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഓക്സിമീറ്റർ വെച്ചു. വിരലുമ്മൽ ഓക്സിമീറ്റർ വെച്ച സമയത്ത് നമുക്ക് SpO2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓക്സിജൻ്റെ ലെവല് നമ്മുടെ വിരലിൻ്റെ അടുത്ത് നമ്മുടെ ബ്ലഡിലൊക്കെ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഈ ലങ്സിലുള്ള ഓക്സിജൻ നമ്മുടെ ബോഡി പാർട്സിൽ ഫുൾ എത്തണ്ടേ? പിന്നെയോ നമ്മുടെ സെല്ലിന് എനർജി ആവശ്യമല്ലേ? അപ്പോൾ എനർജി പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നമ്മൾ വില്ലസിൽ നമ്മൾ അബ്സോർബ് ചെയ്ത് വെച്ച പിന്നെ ന്യൂട്രിയൻസിന് എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ചെയ്യണം അല്ലേ? ഓക്സിജനുമായിട്ട് കൂടിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് എനർജി കിട്ടണം. എനർജി കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇതാ എനർജി കുറഞ്ഞിട്ടൊരു ചങ്ങായി ഇങ്ങനെ കിടന്നിരിക്കുകയാണ് അല്ലേ? ഇനിയോ അപ്പോൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരായിരിക്കും? എത്തിച്ചു കൊടുക്കുന്നത് കണ്ട ഡയറക്റ്റ് വെയിൻസിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുകയാണ്? ഞരമ്പിലേക്കല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ബ്ലഡ് ആയിരിക്കും അല്ലേ? ബ്ലഡിൻ്റെ കളർ എന്താണ് എന്ന് പറഞ്ഞു? നിങ്ങൾ റെഡാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് റെഡ് കളർ വരുന്നത് എന്നുള്ളത് നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് ബ്ലഡിൻ്റെ പിന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിനിൽ നമുക്ക് ബ്ലഡിൻ്റെ ഒത്ത് എന്ത് ചെയ്യണോ? അയേൺ വേണം അല്ലേ? നമ്മൾ പറയൂലേ ആപ്പിൾ തിന്നണം എന്നൊക്കെ പറയൂലേ? ഒരു ദിവസം 3 ആപ്പിൾ തിന്നണം എന്നൊക്കെ പറയൂലേ? അപ്പോൾ ഈ ആപ്പിളിൽ എന്തുണ്ട്? അയേൺ ഉണ്ട്. അയേണ് കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നൊരു രോഗം അനീമിയ. നമ്മൾ 6ാം ക്ലാസ് പഠിച്ചതല്ലേ? അപ്പോൾ അയേൺ റിച്ചുള്ള ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. എന്തിനാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്? എത്തരം ഫുഡുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഡേറ്റ്സ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, മുരിങ്ങ ലീഫുണ്ട് അല്ലേ? ഇനി പിന്നെ നമ്മുടെ ബ്ലഡ് നമ്മൾ പിന്നെ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. WBCൻ്റെ പിന്നെ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ബ്ലഡിൻ്റെ സ്മിയർ പിന്നെ ഒരു റെഡ് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ ചുവന്ന ഇങ്ങനെയുള്ള കുറച്ച് മൈക്രോസ്കോപ്പിലൂട്ടെല്ലാം നോക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബ്ലഡിന് കുറച്ച് കോമ്പണൻസ് ഉണ്ട്. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC. Blood. 10 pints of life force coursing through thousands of miles of arteries, veins, and capillaries. Those blood vessels carry blood to every other organ, keeping them functioning and thriving. Our red blood cells carry oxygen and nutrients. Our platelets stop bleeding and help to heal our wounds. Our white cells protect us against infection. And the yellow liquid plasma in which they are suspended carries an array of proteins that regulate bleeding and clotting. നമുക്ക് ആ വർക്ക്ഷീറ്റിലേക്ക് കിടക്കാമല്ലോ. ഇതാ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്തിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ എന്തുണ്ട്? ഇതാ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പിന്നെ ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ ഓക്സിജൻ എന്ത് ചെയ്യണോ? ബ്രീത്തിങ്ങിൻ്റെ ഭാഗമായിട്ട് ലങ്സിൽ എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് സെല്ലിലേക്ക് എത്തുക? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് അസംഷൻ എഴുതി അല്ലേ? ബ്ലഡിലൂട്ടാന്ന് പറഞ്ഞു, പിന്നെയോ വെയിൻസിലൂട്ടാന്ന് പറഞ്ഞു അല്ലേ? ചിലയാൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പിന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവും? ശരിക്കും ബ്ലഡിൻ്റെ പണി എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ട്രാൻസ്പോർട്ട് ചെയ്യലാണ് പണി. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവും? മെയിനായിട്ട് ആരാ ഉണ്ടാവുക? ഹാർട്ട് ഉണ്ടാവും അല്ലേ?
പിന്നെയോ പിന്നെ 2 സാധനങ്ങൾ വേണ്ടേ, നമ്മൾ നേരത്തെ പറഞ്ഞ വെയിൻസ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് നമ്മളെന്താ പറയുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് 3 തരമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ. പിന്നെയോ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹേർട്ട് ഉണ്ട്. പിന്നെയോ ബ്ലഡ് വേണ്ടേ, യെസ്, ലിക്വിഡ് കോമ്പണൻ്റ് അല്ലേ, ലിക്വിഡായിട്ടുള്ള ഒരു റെഡ് കളേർഡ് ഫ്ലൂയിഡ്. യെസ്, നമ്മൾ ചോദിച്ചു എന്തുകൊണ്ടാണ് റെഡ് കളർ ബ്ലഡിന് വരുന്നത്, ഏതാണ് കളർ നിങ്ങൾക്ക് അറിയാമോയെന്ന് ചോദിച്ചു. യെസ് പറഞ്ഞു, റെഡ് പറഞ്ഞു. എന്തുകൊണ്ടാണ് റെഡ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ്, യെസ്, ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ്, ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. Fe, നമ്മൾ അയൺ കഴിക്കണം എന്ന് പറഞ്ഞു അല്ലേ, അയൺ റിച്ച് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലുള്ള കുറവ് കൊണ്ട് അനീമിയ വരുമെന്ന് പറഞ്ഞു അല്ലേ. യെസ്, അനീമിക്ക എന്നെല്ലാം പറയൂ അല്ലേ. പിന്നെയോ ഇനി ഫുഡ് ഐറ്റം കണ്ടെയ്നിങ് അയൺ റിച്ച് ഫുഡുകൾ ഏതൊക്കെയാണെന്ന് പറയൂ. യെസ്, നമ്മൾ കണ്ടു നേരത്തെ അല്ലേ, ഡേറ്റ്സ് കണ്ടു. പിന്നെയോ പിന്നെ നമ്മൾ എന്ത് കണ്ടു, എഗ്ഗ് കണ്ടു. പിന്നെയോ പിന്നെ മുരിങ്ങ ലീഫ് കണ്ടു അല്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഇലക്കറികൾ, എന്തിനാണ് ഇലക്കറികൾ കഴിക്കുന്നതെന്നൊക്കെ. യെസ്, ഇനി നമ്മൾ ഒരു ദിവസം 3 എണ്ണം കഴിക്കണം എന്ന് പറഞ്ഞത് ഏതായിരുന്നു, ആപ്പിളായിരുന്നു അല്ലേ. യെസ്, ഓക്കെ. ഇനിയോ നമ്മൾ 10th കുട്ടികൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഒരു അയൺ ഗുളികയൊക്കെ കൊടുക്കും. 3 ആപ്പിൾ പിന്നെ കഴിക്കുന്നതിന് തുല്യമായിട്ടാണ് ആ ഗുളിക കൊടുക്കുക. പിന്നെ ഇനി യെസ്, നമ്മളെന്ത് ചെയ്യാണ്, ആ ബ്ലഡിൻ്റെ ഇല്ലുസ്ട്രേഷൻ നോക്കുകയാണ്, ബ്ലഡിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് 130ാമത്തെ പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ. യെസ്, ഇതാണ് നമ്മുടെ എന്ത് പിന്നെ ആ ഒരു ഫിഗർ. ഈ ഫിഗറിൽ ജസ്റ്റ് നിങ്ങൾ നോക്കൂ, ബ്ലഡിൻ്റെ കോമ്പണൻസിനെ നോക്കൂ. യെസ്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മയുണ്ട്, പിന്നെയോ WBC ഉണ്ട്, RBC ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണോ, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ് എന്തെന്നായിരുന്നു. യെസ്, അത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കണ്ടെത്തുക. നമുക്ക് അടുത്തത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, മെയിനായിട്ട് ഹാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ബ്ലഡ് വെസൽസ് പറഞ്ഞു, ബ്ലഡ് പറഞ്ഞു അല്ലേ. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കും അല്ലേ, എവിടെയൊക്കെയാണ് നമ്മളെ ഹാർട്ട് ബീറ്റ് നമുക്ക് കിട്ടുക എന്നൊക്കെയുള്ള നമുക്ക് എന്ത് ചെയ്യുക, ഒരു സാധനം നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞാൽ പോരെ. യെസ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോട്ടെ. വേണ്ട, നമ്മുടെ പിന്നെ ഹാർട്ട് ഇവിടെ ഉണ്ട്. പിന്നെയോ വെയിൻസും ആർട്ടറീസും ഉൾപ്പെടുന്ന, കാപ്പിലറീസ് ഉൾപ്പെടുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. പിന്നെയോ ഇതിലൂടെ ഒഴുകിപ്പോകുന്ന ലിക്വിഡായിട്ടുള്ള ബ്ലഡുമുണ്ട് അല്ലേ. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എത്തുന്നതെന്നൊക്കെ എന്ത് ചെയ്യണോ, നമുക്ക് പറയണോ അല്ലേ. യെസ്, നമ്മുടെ ക്ലാസ്സിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒരു ഫണലുമാണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ നിങ്ങൾ വൈബ്രേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, വൈബ്രേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PP ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. ബലൂണ് വേണം അല്ലേ. പിന്നെയോ നമുക്കെന്താ വേണ്ടത്, വേറൊരു മേസൺ പൈപ്പ് വേണം അല്ലേ, മേസൺ പൈപ്പ്. യെസ്, ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നൊരു സാധനമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇയർപോഡെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയും ചെയ്യാം. ഓക്കെ. നമ്മളിതെന്തിനാണ് ഉണ്ടാക്കിയത്, നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കണം അല്ലേ. എവിടെയോ ഒരു മൂവ്മെൻറ്റ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ. ഒന്ന് ബ്രീത്തിങ് ആണ് അല്ലേ, അത് നമ്മൾ പറയൂ ലങ്സിൻ്റെ കാര്യം. പിന്നെയോ ഒന്ന് ഹാർട്ട് ബീറ്റാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ഹാർട്ട് ബീറ്റ് നമുക്ക് കണ്ടെത്തണ്ടേ. ഈ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റും പിന്നെ പൾസിൻ്റെ റേറ്റും എന്താണ്, ഒരേ റേറ്റ് ആണല്ലേ. യെസ്, ഒരു ആവറേജ് 72 per minute ആണ് വരേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ ഓക്സിജന് പിന്നെ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ റെസ്പയർ ചെയ്ത് വെച്ച പിന്നെ ഓക്സിജൻ എന്ത് ചെയ്യും, ഇവിടെ കണ്ട ആൽവിയോളയിൽ എത്തി നിൽക്കൂലേ. അപ്പോൾ അത് ലെഫ്റ്റ് ആട്രിയം, നമ്മുടെ ഹൃദയത്തിന് എത്ര ചാമ്പറാണ് ഉള്ളത്, നമ്മളെ ഹൃദയത്തിന് 4 ചാമ്പർ ഉണ്ടല്ലേ. ആ ഹൃദയത്തിൻ്റെ പ്ലേസൊക്കെ നമ്മൾ പറയും, ആ ഹൃദയത്തിൻ്റെ പ്ലേസ് നമ്മൾ പറയും. ഈ ലങ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജന് ആട്രിയം വഴി വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി, വെൻട്രിക്കിളിൽ നിന്ന് പിന്നെ അയോട്ട വഴി അതായത് പിന്നെ ആർട്ടറീസ് A for ആർട്ടറി എവേ ഫ്രം ഹാർട്ട്, അതാണ് നമ്മളെ ട്രിക്ക്. യെസ്, ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നു. ആ ബോഡി പാർട്സിലുള്ള പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എന്ത് ചെയ്യൂ, വെയിൻസ് എന്ത് ചെയ്യണോ, യെസ്, ഓരോ പിന്നെ ഓർഗൻ്റെ അടുത്തുനിന്നും സെല്ലിൻ്റെ അടുത്തുനിന്നെല്ലാം കളക്ട് ചെയ്തിട്ട്
പിന്നെ ഹൃദയത്തിലേക്ക് കൊണ്ടു കൊടുക്കും. ടുവാർഡ്സ് ഹാർട്ട്. എന്നിട്ടോ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യണോ ലങ്സിലേക്ക് പോകും. അതിവിടെ ലങ്സുമായി ബന്ധപ്പെട്ടതിനൊക്കെ നമ്മൾ പൾമണറി എന്നാണ് പറയുക കേട്ടോ, പൾമണറി. അപ്പോൾ എന്നിട്ട് ലങ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ബ്ലഡിൻ്റെ പിന്നെ കോമ്പണൻസ് മെയിൻലി 4 കോമ്പണൻസ് ആണുള്ളത്. ഇത് നമ്മൾ സെൻട്രിഫ്യൂഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ വാർഡ് എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ കാറ്റഗറി ആക്കിയിട്ട് വെക്കും. ഓക്കെ. ബ്ലഡ് വെസൽസ്, പിന്നെ ഇതാ വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ്. ഇവിടെ ഒരു കോഡുണ്ട്, നമുക്ക് നോക്കാം. കണ്ട, ആർട്ടറീസിൻ്റെ ജോലി എന്താണ്, പിന്നെയോ കാപ്പിലറീസിൻ്റെ ജോലി എന്താണ്, വെയിൻസിൻ്റെ ജോലി എന്താണ്, ഫങ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം. ഇവിടെ കണ്ട, എ ഫോർ ആർട്ടറി, എവേ ഫ്രം ഹേർട്ട്. ഇതാ കണ്ട, റിമെമ്പർ, എ ഫോർ ആർട്ടറി, എവേ ഫ്രം ഹാർട്ട്. ഇനിയോ കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ തിൻ പിന്നെ ബ്ലഡ് വെസലാണ്. വെയിൻസിൻ്റെ പണി എന്താണ്, വെയിൻസിൻ്റെ പണി ടുവാർഡ്സ് ദ ഹേർട്ട്. ഏത് ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് പിന്നെ ഹാർട്ടിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ്. നമുക്ക് നോക്കാം എത്ര ടൈപ്സ് ഓഫ്, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. ബ്ലഡ് വെസൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു, ആർട്ടറി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതാ നമ്മൾ ഈ ചാർട്ട് തൂക്കിയ സമയത്ത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്താണ്ടില്ലേ, പിന്നെയോ റെഡ് കളറിൽ മാർക്ക് ചെയ്താണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ എന്താ എങ്ങനെയാന്ന്. ആർട്ടറി, പിന്നെയോ വെയിൻസ്, പിന്നെയോ കാപ്പിലറീസ്. ഓക്കെ. ഇനിയോ എന്തൊക്കെയായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളെ ഹൃദയത്തിൻ്റെ. ഹൃദയം നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും, അതിൻ്റെ സൈസ് എന്തായിരിക്കും. നമ്മളെ കൈയൊക്കെ മുഷ്ടി ചുരുട്ടിയാൽ ഒരു സൈസ് കിട്ടൂലേ, അതായത് ഫിസ്റ്റ്, ക്ലെഞ്ച്ഡ് ഫിസ്റ്റ് നമ്മൾ പറയുക. ക്ലെഞ്ച്ഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടിയിട്ടുള്ള കൈയിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത്രയും സൈസ് ഉണ്ടാവും. പിന്നെ കവറിങ്, 2 ലേയേർഡ് കവറിങ് ആണ്, 2 ലേയേർഡ് കവറിങ്. ഓക്കെ. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, പെരികാർഡിയം. അപ്പം പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഫീച്ചേഴ്സ് എഴുതണം, പിന്നെ ഫങ്ഷൻ ചോദിച്ചാൽ ഫങ്ഷൻ എഴുതണം. പിന്നെ നമ്പർ ഓഫ് ചാമ്പേഴ്സ്. നമ്മൾ ഒരു ബോക്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓരോ ഓർഗാനിസം നമ്മൾ നേരത്തെയും പഠിച്ചു, ഓർഗാനിസത്തിൻ്റെ റെസ്പിറേറ്ററി പിന്നെ ഓർഗൻസ് പഠിച്ച് കഴിഞ്ഞ പാഠത്തിൽ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഓർഗാനിസത്തിനും എത്ര ചാമ്പർ, എത്ര അറകളുണ്ട് ഹേർട്ടിൽ നിന്ന് പഠിക്കും. അടുത്ത നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്രീറ്ററി ഓർഗന് ഓരോ ഓർഗാനിസത്തിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ ഹ്യൂമൻ ഹാർട്ട് എന്ത് ചെയ്യും, 4 ചാമ്പറാണ്. അങ്ങനെയാണെങ്കിൽ കോഴികൾക്ക് എത്രയാണ് ചാമ്പർ, കോഴികളുടെയും 4 ചാമ്പറാണ്. പിന്നെയോ ഇനി അടുത്ത ഫ്രോഗൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫ്രോഗിൻ്റെ പിന്നെ ചാമ്പർ എത്രയാണെന്നറിയാവോ, ഫ്രോഗിൻ്റെ ചാമ്പർ 3 ഇനിയോ ഫിഷിൻ്റെ ചാമ്പർ എത്രയാണ്, 2. പിന്നെയോ കൂറയില്ലേ, കോക്രോച്ച്, നമ്മളെ കോക്രോച്ചിൻ്റെത് 13 ചാമ്പറാണ്, 13 ചാമ്പർ. പിന്നെയോ എർത്ത് വേമിന് 5 പെയർ ഓഫ് ലാറ്ററൽ ഹേർട്ടാണുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പേജ് നമ്പർ 131 പറയുന്നുണ്ട്. ഓക്കെ. എൻ്റെ അടുത്ത ചോദ്യം, ഹാർട്ട് ബീറ്റും പൾസും പിന്നെ ഒന്നാണോ? അല്ല. ഈ പൾസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേവ് ലേക്കാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഒരു പിക്ചർ കണ്ടില്ലേ, ഒരു വേവാണ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിലാക്സേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുമോ, ഓരോ സെക്കൻഡിലും ഇത്ര മില്ലി ബ്ലഡ് പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു പിന്നെ വാൾവ് എന്ത് ചെയ്യുമോ, തുറക്കുകയോ അടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ ഏകദേശം ഒരു 72 കിട്ടും അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെയ്യുക. അല്ലെങ്കിലോ നമുക്ക് പൾസ് ഉള്ള സ്ഥലങ്ങളില്ലേ, പൾസുള്ള സ്ഥലങ്ങൾ നമ്മൾ പറയാത്തൊരു കാര്യം പറയണ്ട. ബ്ലഡ് ഡൊണേഷൻ എ നോബിൾ ആക്ട്. ഞാൻ എന്ത് ചെയ്യാണ്, പ്ലഡ്ജ് ചെയ്യാണ്, ബ്ലഡ് വളണ്ടറി ആയിട്ട് കൊടുക്കുന്നു. പിന്നെയോ റെഗുലർലി പിന്നെ കൃത്യമായിട്ട് കൊടുക്കും. ആരെയൊക്കെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താം, ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താം. അറ്റ് എ ടൈമിൽ നമ്മളെ ശരീരത്തിൽ 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ട്. നമ്മൾ ആകെ കൊടുക്കുന്നത്
കൂടിപ്പോയാൽ 450 മില്ലിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യും, 350 അല്ലെ 450. അപ്പോൾ ഇത് 3 പേർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൊടുത്ത ഉടനെ ഇത് കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് ബോയ്സിനൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് പിന്നെ നല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ ബ്ലഡ് നമ്മളെടുക്കും. ബ്ലഡ് എടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യുമോ ഫുള്ള് ടെസ്റ്റും നടത്തും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് നടത്തിത്തരും ടെസ്റ്റിങ്. എന്നിട്ട് നമ്മൾ അറിയിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ പിന്നെ 84 ദിവസം, ശരിക്ക് 84 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കാർഡൊക്കെ കയറ്റുന്ന ഓർമ്മയില്ലേ, 28 ദിവസമല്ലേ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ 28 ഒരു 84 ദിവസം, 3 മാസം കഴിയുമ്പോൾ ബോയ്സിനൊക്കെ എന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കുക. ഗേൾസിനൊക്കെ ആണെങ്കിൽ ഒരു 4 മന്ത്. ഓക്കെ. ഇനിയോ 4 മന്ത് ഗ്യാപ്പ് കൊടുക്കുക. ഇനി നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ എന്ത് പൾസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ലേ. എവിടെയൊക്കെയാണ്, റിസ്റ്റിലുണ്ടല്ലേ, എവിടെയുണ്ട്, റിസ്റ്റിലുണ്ട്. നമ്മളെ തൊട്ടാൽ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്മളെ സ്മാർട്ട് വാച്ചൊക്കെ ഇടലില്ലേ, അതിൽ കറക്റ്റ് കാണിക്കൂലേ. ഫോർ ഹെഡിൻ്റെ സൈഡിലില്ലേ, ഫോർ ഹെഡ് നമ്മളെ നെറ്റീൻ്റെ പിന്നെ 2 സൈഡിലൊന്ന് അടിക്കൂലേ. പിന്നെയോ എൽബോൻ്റെ ഇൻസൈഡ് ദ എൽബോ. പിന്നെ അവിടെ ഉണ്ട് സൈഡ് ഓഫ് നെക്ക്, നമ്മളെ പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും, സൈഡിൽ ഇങ്ങനെ കാണും. പിന്നെ ടോപ്പ് ഓഫ് ഫീറ്റ്, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കാലുമ്മൽ നോക്കിയാൽ കിട്ടും ടോപ്പ് ഓഫ് ഫീറ്റ്. ഓക്കെ, ടോപ്പ് ഓഫ് ഫുട്ട്. ഇനിയോ ആ സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് നമ്മളെ എയിം എന്തായിരുന്നു, നമ്മുടെ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് വേണ്ടത്, എങ്ങനെയാണത് ഉണ്ടാക്കുക, പ്രൊസീജിയർ പറഞ്ഞു. എന്നിട്ടോ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണോ, നമ്മൾ പിന്നെ ഒരു കുട്ടീൻ്റെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കുട്ടീൻ്റെ പേര് എഴുതുന്നു, അത് നമ്മൾ തന്നെ എഴുതുന്നു. പിന്നെയോ അതിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ പേര് എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റെതസ്കോപ്പ് കൊണ്ട് നമ്മൾ ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നു. യെസ്, ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നു. പൾസ് റേറ്റ് നമ്മൾ കൈ വെച്ചിട്ട് നോക്കുന്നു. യെസ്, പൾസ് റേറ്റും അതേപോലെ തന്നെ ഉണ്ട്. യെസ്, പൾസ് റേറ്റും ഹേർട്ട് ബീറ്റും ഒന്ന് തന്നെയാണ്, പക്ഷെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നല്ല. ഓക്കെ, അതിൻ്റെ കൗണ്ടിങ് ഒന്ന് തന്നെയാണ്. പിന്നെയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേ ചെങ്ങായിന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മളിപ്പോൾ പിന്നെ ഒരു കണ്ടൊക്കെ കൊത്താൻ വേണ്ടി പോയി, അപ്പോൾ നമ്മൾ ഈ പൾസ് റേറ്റിലും ഹേർട്ട് ബീറ്റിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക. യെസ്, ഇൻക്രീസ് ഉണ്ടാവും അല്ലേ. ഈ 72 എന്ന് പറയുന്നത് ചിലപ്പോൾ 80ൻ്റെ മുകളിലോട്ടൊക്കെ എന്ത് ചെയ്യും ഉണ്ടാവും അല്ലേ, പടപടാന്നടിക്കൂലേ. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ടാ നമ്മളെ പിന്നെ ലങ്സിലുള്ള എന്ത് ചെയ്യൂ, ഓക്സിജൻ ലങ്സിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യണോ, പിന്നെ പൾമണറി വെയിൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ട് കൊടുക്കും. യെസ്, ഹൃദയത്തിൽ എത്തി നിൽക്കുന്ന എന്തുണ്ടാവും, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഉണ്ടാവും അല്ലേ, കാർബൺ റിച്ച് ബ്ലഡ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യും, പിന്നെ പൾമണറി ആർട്ടറി എന്ത് ചെയ്യൂ, ലങ്സ് കൊണ്ട് കൊടുക്കും. അങ്ങനെ അതായത് പിന്നെ നമ്മളെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കുലേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നടക്കണം. ഇനി ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ 4 അറകളുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ഹൃദയത്തിൽ നിന്ന് അയോട്ട, അതാണ് ഈ മഹാധമനി എന്ന് പറയുന്നത്. അയോട്ട ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യും, ഓക്സിജൻ ഉപയോഗിച്ചിട്ട് എനർജി ഉണ്ടാക്കും. എനർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ഉണ്ടാവും, അവിടെ വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, കാർബൺ റിച്ച് ബ്ലഡിനെ പിന്നെ വെയിൻസ് എടുത്തിട്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. അപ്പം സുപ്പീരിയർ വീന കാവ എന്നെല്ലാം പറയുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പം യെസ് നോക്കൂ, ഹൃദയത്തിൻ്റെ അറകൾ കണ്ട, ABCD എത്ര അറകളുണ്ട്, 4 അറകളുണ്ട്. ഇവിടെ കണ്ട, ഇത് അങ്ങനെ പിന്നെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ. എന്നിട്ട് ജസ്റ്റ് ഇതാ പിന്നെ ലങ്സിലേക്ക് പിന്നെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും, ഇതാ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ എത്തി എന്നിട്ട് എന്ത് ചെയ്യണോ, ഇതാ അയോട്ട വഴി എന്ത് ചെയ്യണം, ബാക്കിയുള്ള പിന്നെ നമ്മളെ ഓർഗൻസിൻ്റെ പാർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. 4 ചാമ്പർ ഉണ്ട്. അത് ഇതുണ്ട, റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. റൈറ്റ് എൻട്രി ഉണ്ട്, ലെഫ്റ്റ് എൻട്രി ഉണ്ട്. റൈറ്റ് വെൻട്രിക്കിളുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി നമ്മൾ നോട്ട്സിലേക്കൊന്ന് ജസ്റ്റ് നോക്കാം. യെസ്, നോട്ട്സ് ഒന്ന് നോക്കൂ മക്കളെ. ഇതാ ഹ്യൂമൻ ബോഡി എ വണ്ടർ അല്ലേ.
സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെയാണുള്ളത്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെയോ പിന്നെ എന്തുകൊണ്ടാണ് ഡ്രഗ്സും ഗ്ലൂക്കോസും നമുക്ക് ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്പോർട്ട്, ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യലാണ്. ഓക്സിജൻ റിച്ച് ബ്ലഡ് ഹേർട്ടിൽ നിന്ന് എടുത്തിട്ട് എല്ലാ പാർട്സിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഒരു പണി. എന്നിട്ടോ അത് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ഹേർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് റെഡ് കളർ? വൈ ഈസ് ദ ബ്ലഡ് റെഡ് ഇൻ കളർ അല്ലേ? അതിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ ആനിമൽസ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഡൺ ബൈ ബ്ലഡ്സ്. ഓക്കെ, അപ്പോൾ റെഡ് കളർ ഓഫ് ബ്ലഡ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെൻറ്റ് കോൾഡ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. പിന്നെയോ അയണും പ്രോട്ടീനും ഒക്കെയാണ് ഹീമോഗ്ലോബിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. പിന്നെയോ നമ്മുടെ ഫുഡ്, അയൺ റിച്ച് ഫുഡുകളുടെ പേര് പറഞ്ഞു അല്ലേ, കുറേ പേരുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ ഡയറ്റിൽ അയൺ റിച്ച് ഫുഡ് നമ്മളെ പിന്നെ ഉൾപ്പെടുത്തുന്നതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? പിന്നെയോ കണ്ട അവിടെ ആ ടെക്സ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് റൈറ്റ് നോട്ട് അബൌട്ട് ദ കോമ്പണൻസ് ഓഫ് ബ്ലഡ് അല്ലേ. നമുക്ക് ഓരോ കോമ്പണൻസിനെ പറ്റിയിട്ടും എഴുതാം. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡാണ്. അത് കാണപ്പെടുന്നത് പെയിൽ യെല്ലോ ഇൻ കളറിലാണ്. ഗ്ലൂക്കോസ് ക്യാരി ചെയ്തിട്ട് സെല്ലിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് പണി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മളെ ബ്ലഡിൻ്റെ കോമ്പണൻ്റായ പ്ലേറ്റ്ലെറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പിന്നെ ബ്ലഡിൻ്റെ കോമ്പണൻറ്റ് ആരാണ്? ബ്ലഡിൻ്റെ കോമ്പണൻസ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു സാധനമാണ് വിറ്റാമിൻ അല്ലേ. വിറ്റാമിൻ, ഏത് വിറ്റാമിനാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? വിറ്റാമിൻ കെ ആണ്. ഏത് എലിമെൻ്റാണ് പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ കാൽസ്യമാണ്. ഇനിയോ ഏത് പ്രോട്ടീനാണ് പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ഫൈബ്രിനോജനാണ്. ഫൈബർ എന്ന് ഓർമ്മിച്ചായി, ഫൈബർ പോലെ നമ്മളിപ്പോൾ ഒരു കട്ട്, ഇവിടെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു നെറ്റ് പോലെ കെട്ടു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണോ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, ബ്ലഡ് പുറത്തു പോകുന്നത് ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഉണങ്ങി വരണം അല്ലേ. പിന്നെ കണ്ട റെഡ് കളർ എന്തുകൊണ്ടാണ്? അപ്പോൾ RBCയിൽ റെഡ് എന്നുള്ള ആറുണ്ട്. എന്തുകൊണ്ടാണ്? RBCയിൽ ആറുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ടാവും. പിന്നെയോ ഇവരെ പണിയാണ് ശരിക്കും കേട്ടോ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പരിപാടി. അതായത് ഈ ഹീമോഗ്ലോബിന് ഓക്സിജന് ഇങ്ങനെ ഇരിക്കും. ആദ്യം ഇവർ ഒന്നിച്ചിട്ട് പിന്നെ സെല്ലിലേക്ക് കൊണ്ടു കൊടുക്കും. സെല്ലിലെത്തിയാൽ എന്ത് ചെയ്യുമോ? ഇതിനങ്ങ് വിട്ടോളൂ. ഹീമോഗ്ലോബിനായിട്ട് പോയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ മാത്രമായി മാറും. എന്നിട്ട് ആ ഓക്സിജൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. ആ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടിയിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ടാണ് എന്ത് ചെയ്യുക? തിരിച്ചിട്ട് പിന്നെ ഹാർട്ടിലേക്ക് വരിക. എന്നിട്ട് അവിടെ നിന്ന് ഇവരെന്ത് ചെയ്യും? രണ്ടാളും പിരിയും. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കും. അപ്പോൾ ഈ ഓക്സിജൻ ഇതാണ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് റെഡ് ബ്ലഡ് സെല്ലാണ്. ഇതുകൊണ്ടാണ് റെഡ് ബ്ലഡ് സെല്ലിൽ ഹ്യൂമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതാണ് റെഡ് കളർ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ സോൾജിയർ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സോൾജിയർ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ട് ആരാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, കണ്ണും പൂട്ടി അടിച്ചോ പ്ലാസ്മയാണ്. പിന്നെ ബ്ലഡ് സെല്ലുകൾ ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്സ്, WBC, RBC ആണ് ബ്ലഡ് സെല്ലുകൾ. ഇതിൽ പ്ലാസ്മ എന്തല്ല? ബ്ലഡ് സെല്ലല്ല. ഓക്കെ, പ്ലാസ്മ എന്താണ്? ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ. ഇനി പ്ലാസ്മയിൽ തന്നെ എത്ര ശതമാനം വാട്ടർ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. പിന്നെയോ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പിന്നെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു അല്ലേ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കലാണ്. ഏത് ബ്ലഡ് സെല്ലിലാണ് ഹീമോഗ്ലോബിൻ ഫൗണ്ട് ചെയ്യുന്നത്? RBCയിലാണ്. പിന്നെയോ ഡിഫറെൻറ്റ് ടൈപ്സ്, 3 ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദർ. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ തിൻ ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. അപ്പോൾ A for ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? എവേ ഫ്രം ഹാർട്ടാണ് അല്ലേ. ഓക്സിജൻ റിച്ച് ബ്ലഡ് ക്യാരി ചെയ്തിട്ട് പിന്നെ ഹേർട്ടിൽ നിന്ന് ക്യാരി ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. വെയിൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡിനെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് എടുത്തിട്ട് ഹേർട്ടിലേക്ക് എത്തിക്കുക, ടുവാർഡ്സ് ഹേർട്ട്. ഇവൻ്റെ പണി ടുവാർഡ്സ് ആണ്, പിന്നെ ഇവൻ്റെ പണി എവേ ഫ്രം ആണ്. ഇനി രണ്ടും കൂടി ചോദിക്കുകയാണെങ്കിൽ കാപ്പിലറീസ് ആണ് ഉത്തരം വരിക.
ഇനി ഇതാ യെസ്, ഹാർട്ടാണെന്ത് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സെൻറ്റർ അല്ലേ. അവരെ പണി എന്നാണ് ബ്ലഡിന് ഇങ്ങനെ പമ്പ് ചെയ്യുക എല്ലാ പാർട്ടിലേക്കും. ഇനി നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സ്, നിങ്ങൾ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത് ഫീച്ചേഴ്സ് ചോദിച്ച സമയത്ത് ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ക്ലഞ്ച്ഡ് ഫിസ്റ്റ്, ഒരു മുഷ്ടി ചുരുട്ടിയ പോലെയുള്ള സൈസാണ്. പിന്നെയോ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം അല്ലേ. യെസ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലങ്സ്, ഇൻ ബിറ്റ്വീൻ ലങ്സ് ആണ്, തൊറാക്സിക് ക്യാവിറ്റിയിലാണ്. ഇൻ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുണ്ട്. പിന്നെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? റിബ് ഗേജ് അല്ലേ, റിബുകളാണ്. പിന്നെയോ എത്ര ചേമ്പറാണുള്ളത്? 4 ചേമ്പർ. പിന്നെ ഹേർട്ട് ബീറ്റ് എന്താണെന്ന് പറയുന്നു? യെസ്, ഹേർട്ട് ബീറ്റും പൾസ് റേറ്റും ഒന്നാണ്, 72/minute ആണ്. ബട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കോ, ഇറ്റ്സ് എ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് ദ റിലാക്സേഷൻ ഓഫ് ഹേർട്ട് മസിൽസ്. ഇവിടെ കോൺട്രാക്ഷനും റിലാക്സേഷൻ്റെ സംഭവമാണ് എന്ത്? ഹേർട്ട് ബീറ്റ്. പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൾസ് എന്ന് പറഞ്ഞാൽ ഒരു വേവാണ്, വേവ്. ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആർട്ടറീസ് ആസ് എ റിസൾട്ട് ഓഫ് ഹേർട്ട് ബീറ്റ്. പക്ഷേ എങ്ങനെ റേറ്റ് രണ്ടും ഒന്നാണ്. നമുക്ക് ഹേർട്ട് ബീറ്റ് നോക്കണമെങ്കിൽ പൾസ് നോക്കിയാലും. മുമ്പൊക്കെ ഒരു ഇബ്നു സീന എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡിൽ. അയാൾക്ക് ഈ പൾസ് നോക്കിയിട്ട് എത്രയോ രോഗങ്ങൾ അയാൾക്ക് അറിയാമായിരുന്നു. പിന്നെയോ വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് എക്സാമിന് ഫീൽ? യെസ്, നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലേ. യെസ്, റിസ്റ്റിലുണ്ട്, ഫോർഹെഡിലുണ്ട്, നെക്കിലുണ്ട്, എൽബോയിലുണ്ട്, ഫൂട്ടിലുണ്ട്. പിന്നെയോ പിന്നെ ഈ സെതസ്കോപ്പ് ആരാണ് കണ്ടുപിടിച്ചത്? റെനെ ലേനാക്ക് എന്ന് പറയുന്ന ചങ്ങായിയാണ് സെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനാണ്. അത് നമ്മൾ എന്ത് ചെയ്ത് ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ബോഡിയിൽ 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഡേ സെപ്റ്റംബർ 29, ഇത് ഓർമ്മിച്ചോളെ, സെപ്റ്റംബർ 29 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഓക്കെ, പിന്നെയോ യെസ്, അതാ ഇനി നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം? പിന്നെയോ ഒരു പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ്, നമുക്ക് ഒരാൾക്ക് എന്ന് പറ്റിയാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? ഇത് ഹോംവർക്കാണ്. പിന്നെയോ നമ്മുടെ എന്തൊക്കെയാണ് ഹേർട്ടിന് ഹാംഫുള്ളായിട്ടുള്ളത്? അപ്പോൾ ജസ്റ്റ് ഈ ഉത്തരം ഇതിൽ തന്നെ ഉണ്ട് അല്ലേ. മെയിൻറ്റെയിൻ ഹെൽത്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. യെസ്, ഫാറ്റി ഫുഡ് അമിതമായിട്ട് എടുക്കുക, സ്മോക്കിങ്, ഡ്രിങ്കിങ് ലിക്വർ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയാണ് അല്ലേ. ഓക്സിജനെയാണ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഒരു ചങ്ങായി പിന്നെ ഇങ്ങനെ സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, താറ്, നിക്കോട്ടിന് ഒരുപാട് എന്ത് ചെയ്യുമോ സാധനങ്ങൾ നമ്മൾ ബ്ലഡിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. അങ്ങനെ നമ്മൾ മരിച്ചു പോകും. പിന്നെയോ ഇതാ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഒരു പ്ലഡ്ജ് എടുക്കണം. 18 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോവുക. നമ്മൾ വെയിറ്റെല്ലാം ഓക്കെയാണ്, പിന്നെ പ്രഷറെല്ലാം ഓക്കെയാണ്, ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ഓക്കെയാണ് എങ്കിൽ ധൈര്യത്തോടെ എന്ത് ചെയ്യുക? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. പിന്നെ ഒരു കൂടി കൊടുക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും, പിന്നെ സ്ഥിരമായിട്ട് കൊടുക്കും. നല്ല അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീത്ത രക്തമാണ്, കേട് രക്തമാണ് പുറത്തു പോകുന്നത് എങ്കിൽ വേറെ ഒരാൾക്കതൊരു ജീവനാണ്. മാത്രമല്ല നമുക്ക് ആ പോയി പിന്നെ 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ആ ലോസായിട്ടുള്ള ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് 2 ദിവസം കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് റീഫില്ലാവും. 48 ഹവേഴ്സ് കൊണ്ട് നമുക്ക് റീഫില്ലാവും. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ സ്പീഡിൽ അടിച്ചു പോയിട്ടുണ്ട്. ചിലതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓർഡർ ഇല്ലാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, യെസ്, നമ്മൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുക. നമുക്കറിയാലോ 62 കിലോൻ്റെ എല്ലാം മേലെ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയാൽ നമ്മൾ ആദ്യം ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകേണ്ടത്, നാസ്ത നന്നായി കഴിച്ചിട്ടാണ് പോകേണ്ടത്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഹീമോഗ്ലോബിന് ഒന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പ് നമുക്കറിയായിരിക്കുമല്ലോ. എൻ്റെ ഗ്രൂപ്പ് എന്താണ്? എ പോസിറ്റീവാണ്. യെസ്, RH ഫാക്ടറാണ് ഇത് വരിക. ഇത് എ പോസിറ്റീവ്. ഇതിലാരുണ്ട്? ഒരു യൂണിവേഴ്സൽ ഡോണർ ഉണ്ട്. ഈ ഓ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? എല്ലാവർക്കും കൊടുക്കുക. പിന്നെയോ യൂണിവേഴ്സൽ അക്സെപ്റ്ററും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കണ്ടെത്തണം. നമ്മളെ കുടുംബത്തിലൊരു ബ്ലഡ് റിക്വസ്റ്റ് ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യല്ല വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? എ പോസിറ്റീവ് കണ്ടെടുത്ത് ചിലപ്പോൾ അവിടെ ബ്ലഡ് ബാങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ തൽക്കാലം അവിടുന്ന് ആ ഒരു ഗ്രൂപ്പ് കൊടുക്കും. നമുക്ക് എന്ത് ചെയ്താൽ മതി? റീപ്ലേസ് ചെയ്താൽ മതി. അതേ ബ്ലഡ് അല്ലെങ്കിൽ പിന്നെ അവിടെ സഫീഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി.
ഓക്കെ, അപ്പോൾ എല്ലാവരും പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഒരു പ്ലഡ്ജ് എടുക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.